ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പഴം വിളയിച്ചത്. ഇത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് നാളായിട്ട് തയ്യാറാക്കി നോക്കാത്തവർക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ടുമാണ് ഇന്നിതിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഴം വിളയിച്ചത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഇടത്തരം സൈസിലുള്ള നേന്ത്രപ്പഴം നീളനെ 4ആയി മുറിച്ചതിന് ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ കുരുവും നാരൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, കളഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്കിത് നെയ്യിൽ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന നേന്ത്രപ്പഴം ഒരുപാട് പഴുത്ത പഴം ആവരുത്. കാരണം ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു വരും. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് പീസസ് ആയിട്ട് കഴിക്കാൻ കിട്ടണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടും എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടും അളവിൽ മാറ്റം വരുത്താം. പഞ്ചസാരയും ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഈ ഒരു പഴം വാട്ടിയെടുക്കാം. ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഈ പഴം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പഴം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പഴം കംപ്ലീറ്റ് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 3 ചുവന്നുള്ളിയാണ്. ഇതുപോലെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. പിന്നെ ഈ ഒരു ഉള്ളി മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഈ ഒരു പഴം വിളയിച്ചത് തയ്യാറാക്കുമ്പോൾ അതിന് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 10-12 അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊന്നും കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഇല്ല കേട്ടോ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി കാഷ്നട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി അതല്ല വേറെ നട്ട്സാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. സാധാരണയായിട്ട് ഈ ഒരു പഴം വിളയിച്ചതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളത് അണ്ടിപ്പരിപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഞാൻ കാഷ്നട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കിസ്മിസാണ് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അളവിലൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇവ 3ഉം ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മട്ട അവിൽ 1/3 കപ്പാണ്. ഇതും ചേർത്ത് ജസ്റ്റ് ഒന്ന് അവിൽ ക്രിസ്പ് ആവണത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവിലില്ല എന്നുണ്ടെങ്കിൽ അവിൽ സ്കിപ്പ് ചെയ്തിട്ടും ഈ ഒരു പഴം വിളയിച്ചത് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ അവിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയും ക്രഞ്ചിനെസ്സും ആയിരിക്കും നമ്മുടെ ഈ ഒരു വിളയിച്ചതിന്. ഇനി ഈ ഒരു അവിൽ ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അവിലിൻ്റെ കൂടെ ഈ തേങ്ങയൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഒരുപാട് നേരം ഒന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് സോഫ്റ്റ് ആണത് വരെ വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു അവിൽ തേങ്ങാ കൂട്ടിലേക്ക് മധുരമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഴം മധുരം ചേർത്തിട്ടാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മധുരം നോക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ആ ഒരു നെയ്യൊക്കെ കംപ്ലീറ്റ് ഈ ഒരു തേങ്ങയും അവിലൊക്കെ വലിച്ചെടുത്ത് ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പരുവത്തിലാവുമ്പോഴാണ് നമ്മളിതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഴം അവിൽ കൂട്ടിലേക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുക്കുമ്പോൾ പഴം ഒരുപാട് ഉടഞ്ഞു പോവാത്ത രൂപത്തിൽ യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പഴത്തിൻ്റെ ആ ഒരു പീസസ് കഴിക്കാനായിട്ട് കിട്ടണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം.
വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണിത്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, അതോടൊപ്പം ഒരുപാട് നാളായിട്ട് ഈ ഒരു സ്നാക്ക് ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.